ഒരു കൊച്ചു കുടുംബത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അമീലിയ എന്നു പേരുള്ള അമ്മയും 6 വയസ്സുകാരനായ സാമുവലും. അമീലിയയുടെ ഭർത്താവ് ഓസ്കാർ ഒരു കാർ അപകടത്തിലാണ് മരിക്കുന്നത്. അമീലിയ പ്രഗ്നന്റ് ആയ സമയത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി അപകടമുണ്ടാവുകയായിരുന്നു. അമീലിയ രക്ഷപ്പെടുന്നു, പക്ഷേ ഓസ്കാർ അവിടെ വെച്ച് മരിക്കുന്നു. അന്ന് തന്നെയാണ് സാമുവൽ ജനിക്കുന്നതും. അതുകൊണ്ട് തന്നെ സാമുവലിന്റെ ബർത്ത്ഡേ ഒരിക്കലും അമീലിയ ആഘോഷിച്ചിരുന്നില്ല. സാമുവൽ വളരെയധികം കുരുത്തക്കേട് കാണിക്കുന്ന ഒരു കുട്ടിയാണ്. അക്കാരണത്താൽ തന്നെ അമീലിയ ഭയങ്കരമായി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സാമുവൽ എന്നും രാത്രി അമ്മയെ വിളിച്ചു വരുത്തി തൻ്റെ കട്ടിലിൻ്റെ അടിയിലും അലമാരയിലും ചെക്ക് ചെയ്യുമായിരുന്നു, വല്ല മോൺസ്റ്റേഴ്സും അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നറിയാൻ. അതുപോലെ തന്നെ എന്നും ഉറങ്ങുന്നതിന് മുമ്പായി അമീലിയ സാമിന് വേണ്ടി കഥാപുസ്തകങ്ങൾ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. വായിച്ചു കൊടുക്കുന്ന കഥകളിലൊക്കെ സാമിന് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സാം സാധാരണ ഒരു കുട്ടിയല്ല. എല്ലാവരോടും രൂക്ഷമായി പെരുമാറുകയും തർക്കിക്കുകയും ചെയ്യുമായിരുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ. താൻ വായിക്കുന്ന കഥകളിലെ മോൺസ്റ്റേഴ്സ് യഥാർത്ഥമാണെന്ന് സാം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവ വരുമ്പോൾ നേരിടാൻ വേണ്ടി ചില ആയുധങ്ങളും സാം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് സാം എപ്പോഴും പറയാറ്. സാം ചില മാജിക് ട്രിക്സുകൾ എപ്പോഴും കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ടിവിയിലും മാജിക് ആണ് എപ്പോഴും കാണാറ്. അവയിൽ നിന്നും ചില മാജിക് ട്രിക്സ് പഠിക്കാനും ശ്രമിക്കുന്നുണ്ട്. സാമിന്റെ സ്വഭാവം പല പ്രവൃത്തികളും അമീലിയക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം മകനെ സ്നേഹിക്കുന്ന പോലെ അമീലിയ അവനെ സ്നേഹിക്കുന്നുമില്ല. ഒരു ദിവസം അമീലിയയുടെ ജോലി സ്ഥലത്തേക്ക് സാമിന്റെ സ്കൂളിൽ നിന്നും ഒരു കോൾ വരുന്നു. സാം സ്കൂളിലേക്കും ചില ആയുധങ്ങൾ കൊണ്ടുപോയതാണ് കാരണം. പെട്ടെന്ന് തന്നെ അമീലിയ സ്കൂളിലേക്ക് പോവുകയും സ്കൂളിലെ ടീച്ചേഴ്സുമായി സംസാരിക്കുകയും ചെയ്യുന്നു. സാമിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അമീലിയ സംസാരിക്കുന്നത്. സാമിനെ സ്കൂളിൽ എല്ലാവരിൽ നിന്നും മാറ്റിയിരുത്തി അവനെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാളെ വെക്കണമെന്ന് പറയുമ്പോൾ അമീലിയ അവരുമായി തർക്കിക്കുന്നു. ആ തർക്കത്തിന്റെ അവസാനം സാമിനെ ആ സ്കൂളിൽ നിന്നും മാറ്റാൻ അമീലിയ തീരുമാനിക്കുന്നു. അന്ന് രാത്രി സാമിനെ കേൾപ്പിക്കാൻ വേണ്ടി ഒരു കഥ വായിക്കാൻ ഒരു കഥാപുസ്തകം അമീലിയ എടുക്കുന്നു. മിസ്റ്റർ ബാബാഡുക്ക് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ ബാബാഡുക്ക് എന്ന പേരുള്ള ഒരു നീളമുള്ള മോൺസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. തലയിലൊരു തൊപ്പിയും പ്രത്യേക തരത്തിലുള്ള നഖവുമുള്ള ഒരു ജീവിയാണത്. ഈ പുസ്തകത്തിലൂടെ ഈ മോൺസ്റ്ററിനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ജീവിതത്തിൽ ആ മോൺസ്റ്റർ എപ്പോഴും പിന്തുടരുമെന്നും ആ മോൺസ്റ്ററിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഉറങ്ങാൻ സാധിക്കില്ല എന്നും കണ്ടയാൾ തന്റെ മരണമാണ് പിന്നീട് ആഗ്രഹിക്കുകയെന്നും ആ പുസ്തകത്തിൽ എഴുതി വെച്ചതായി അമീലിയ കാണുന്നു. ഇതിലെ വിചിത്രമായ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ അമീലിയ ആ പുസ്തകം മാറ്റിവെക്കുകയും മറ്റൊരു പുസ്തകം വായിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ സാം ഈ കഥ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പേടിച്ച് നിലവിളിക്കാനും തുടങ്ങി. സാമിന് പുസ്തകം കിട്ടാതിരിക്കാൻ വേണ്ടി അമീലിയ അതെടുത്ത് അലമാരയുടെ ഏറ്റവും മുകളിൽ കൊണ്ടുവെക്കുന്നു. പിറ്റേന്ന് മുതൽ സാം ബാബാഡുക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയാണ്. അമീലിയ എത്ര പറഞ്ഞിട്ടും ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് സാം വിശ്വസിക്കുന്നില്ല. സാമിന്റെ ഈ പേടി കൊണ്ട് തന്നെ അന്ന് രാത്രി അമീലിയക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ല. സാം ഒരു ദിവസം വീടിന്റെ ബേസ്മെന്റ് തുറക്കുന്നു. അതിൻ്റെ അകത്താണ് അമീലിയ തൻ്റെ ഭർത്താവിൻ്റെ സാധനങ്ങളെല്ലാം വർഷങ്ങളായി സൂക്ഷിക്കുന്നത്. വർഷങ്ങളായി തുറക്കാത്ത ആ ബേസ്മെന്റിലേക്ക് അമീലിയ പോവുകയും അവിടെ തൻ്റെ ഭർത്താവിൻ്റെ സാധനങ്ങളും ഫോട്ടോയും കണ്ടുകൊണ്ട് ആ ഓർമ്മകളിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. അന്നു മുതലാണ് വീട്ടിൽ പല അസാധാരണ സംഭവങ്ങളും ഉണ്ടാവാൻ തുടങ്ങുന്നത്. വാതിൽ തന്നാലെ തുറക്കുകയും അടക്കുകയും ചെയ്യുക, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ചില്ലിൻ്റെ കഷ്ണങ്ങൾ ലഭിക്കുക, സാം ഭ്രാന്തന്മാരെ പോലെ അലറി വിളിക്കുക. ഇതെല്ലാം സാമിൻ്റെ ചെയ്തികളാണെന്നാണ് അമീലിയ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ബാബാഡുക്ക് ചെയ്യുന്നതാണെന്നാണ് സാം പറയുന്നത്. സാം പറയുന്നതെല്ലാം കേട്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് അമീലിയ ആ പുസ്തകം കീറിക്കളയുകയും വീടിന് പുറത്തു കൊണ്ടുപോയി കളയുകയും ചെയ്യുന്നു. പിറ്റേന്ന് അമീലിയ തൻ്റെ സഹോദരി ക്ലെയറിൻ്റെ വീട്ടിൽ അവരുടെ മകൾ റൂബിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ജീവിതത്തിലുണ്ടായ മോശം കാര്യങ്ങളെയും സങ്കടങ്ങളെയും മറന്നുകൊണ്ട് ജീവിതം മുന്നേറണമെന്ന് ക്ലെയർ അമീലിയയെ ഉപദേശിക്കുന്നു. ഇപ്പോൾ പഴയ കാര്യങ്ങൾ ആരോടും സംസാരിക്കാറില്ല എന്ന് അമീലിയ പറയുന്നു. സംസാരിക്കാതിരുന്നത് കൊണ്ട് മാത്രം പ്രശ്നം മാറുകയില്ല എന്ന് ക്ലെയർ പറയുന്നു. ക്ലെയറിന് സാമിനെ തീരെ ഇഷ്ടമില്ല എന്നും അമീലിയോട് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അമീലിയ ക്ലെയറിനോട് ദേഷ്യപ്പെടുന്നു. ഇതേ സമയം ട്രീ ഹൗസിലിരിക്കുന്ന സാമിനെ അച്ഛനില്ലാത്ത ആളെന്ന് പറഞ്ഞ് റൂബി കളിയാക്കും. അപ്പോൾ തന്നെ സാം ട്രീ ഹൗസിൽ നിന്നും റൂബിയെ തള്ളി താഴെയിടുന്നു. റൂബിയുടെ മൂക്ക് പൊട്ടി ചോരയൊലിക്കുകയും ചെയ്യുന്നു. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ക്ലെയർ സാമിനോടും അമീലിയോടും അവിടുന്ന് പോകാൻ പറയുന്നു. പോകുന്ന വഴി കാറിൽ വെച്ചുകൊണ്ട് സാം വളരെ വിചിത്രമായി പെരുമാറുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും സാമിനെ രാത്രി ഉറക്കാൻ വേണ്ടി ഡോക്ടറോട് ഉറക്ക ഗുളികൾ അമീലിയ ചോദിച്ചു വാങ്ങുന്നു. അന്ന് രാത്രി തന്നെ സാമിന് ഉറക്ക ഗുളിക കൊടുക്കുകയും അവർ രണ്ടുപേരും ശാന്തമായി ഉറങ്ങുകയും ചെയ്യുന്നു. രാവിലെ വളരെ സന്തോഷത്തോടെയാണ് അമീലിയ കാണുന്നത്. ആരോ ഡോറിന് മുട്ടുകയും വാതിൽ തുറന്നു നോക്കുമ്പോൾ മിസ്റ്റർ ബാബാഡുക്ക് പുസ്തകം ആരോ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. കീറിയ പേജുകളെല്ലാം മുട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിൽ വേറെയും കുറെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ബാബാഡുക്കിന്റെ അസ്തിത്വം അമീലിയ അംഗീകരിക്കുന്നില്ല എങ്കിൽ ബാബാഡുക്ക് കൂടുതൽ ശക്തവാനാകുമെന്നും
അതുപോലെ തന്നെ ആദ്യമില്ലാത്ത ചില പോപ്പപ്പ് ചിത്രങ്ങളും കാണിക്കുന്നു. ആ ചിത്രങ്ങളിൽ അമീലിയ തന്റെ വീട്ടിൽ വളർത്തുന്ന നായയെ കൊല്ലുന്നതും കാണാം, തന്റെ മകനെ കൊല്ലുന്നതും അത് കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതും കാണാം. ഇതെല്ലാം കണ്ട് പേടിച്ചുകൊണ്ട് അമീലിയ ആ പുസ്തകം കത്തിച്ചു കളയുന്നു. അതിനുശേഷം അമീലിയക്കൊരു ഫോൺ കോൾ വരുന്നു. അതിൽ ബാബാഡോക്കിന്റെ ഇങ്ങനെയുള്ളൊരു ശബ്ദമാണ് കേൾക്കുന്നത്. ഈ ശബ്ദം കേട്ട് പേടിച്ച അമീലിയ പോലീസ് സ്റ്റേഷനിൽ പോയി വിചിത്രമായ ആ പുസ്തകത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ ആ പുസ്തകം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് കത്തിച്ചു കളഞ്ഞ കാര്യം പറയുന്നു. തെളിവില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ അവളെ അവിടെ നിന്നും മടക്കി അയക്കുന്നു. പോലീസ് സ്റ്റേഷനിലും അമീലിയ ബാബാഡോക്കിനെ പോലെ ഹാറ്റ് വെച്ച ഒരു വിചിത്ര രൂപത്തെ കാണുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അമീലിയയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കാണുകയാണ്. ആ മൂകമായ ഏകാന്തത അവളെ പിടികൂടിയിരുന്നു. സാമിനോട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അമീലിയ വീട്ടിൽ പല സ്ഥലങ്ങളിലും ബാബാഡോക്കിനെ കാണാൻ തുടങ്ങുന്നു. മാനസികമായി അവൾ തളർന്നു പോകുന്നു. അമീലിയ വീട്ടിലെ ഫ്രിഡ്ജിന്റെ ബാക്കിലായി ഒരു ദ്വാരം കാണുകയും അതിൽ കൂടി പാറ്റകൾ പുറത്തേക്ക് വരുന്നതും കാണുന്നു. പിന്നീട് നോക്കുമ്പോൾ ആ ഹോളും അവിടെ കാണുന്നില്ല, പാറ്റകളുമില്ല. ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി അമീലിയയും സാമും പുറത്ത് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു. കാറിൽ തിരിച്ചു വരുന്ന സമയത്ത് ബാബാഡോക്ക് അവരെ ആക്രമിക്കുന്നു. കാർ മറ്റൊരു കാറിൽ കൊണ്ടുപോയി ഇടിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി സാം തൻ്റെ അയൽവാസിയെ കോൾ ചെയ്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം പിടിച്ച് അമീലിയ വീട്ടിലെ ഫോൺ കണക്ഷൻ കട്ട് ചെയ്യുന്നു. അന്ന് അമീലിയ സാമിനെ നിർബന്ധിച്ച് ഉറക്ക ഗുളിക കഴിപ്പിക്കുന്നു. സാം പക്ഷേ ഗുളിക കഴിക്കുന്ന പോലെ കാണിച്ച് അത് കയ്യിൽ ഒളിപ്പിച്ചു വെക്കുന്നു. പിന്നീട് അമീലിയ പല കാഴ്ചകൾ കാണുകയും തന്റെ മകനെ കൊല്ലുന്നതിന്റെ അടുത്ത് വരെ എത്തുകയും ചെയ്യുന്നു. ടിവിയിലും അമീലിയ ബാബാഡോക്കിനെ കാണുന്നു. ടിവിയിൽ തന്റെ ഒരു ക്രീപ്പി വേർഷനെയും കാണുന്നുണ്ട് അമീലിയ. അമീലിയ വീണ്ടും വീടിന്റെ ബേസ്മെന്റ് തുറക്കുകയും അതിനകത്ത് ഓസ്കറിനെ കാണുകയും ചെയ്യുന്നു. ഓസ്കർ ലോകത്തേക്ക് തിരിച്ചു വരാമെന്നും അതിനു പകരമായി സാമിന് നൽകണമെന്നും പറയുന്നു. ഇവയെല്ലാം ചെയ്യുന്നത് ബാബാഡോക്കാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. ഈ സംസാരത്തിന് ശേഷം ബാബാഡോക്ക് പൂർണ്ണമായി അമീലിയയുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നു. അമീലിയക്കകത്തുള്ള ബാബാഡോക്ക് അവരുടെ ഡോഗിനെ കൊല്ലുന്നു. പിന്നീട് സാമിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. സാം വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. തന്റെ ആയുധങ്ങളെല്ലാം തന്നെ അവൻ അമീലിയക്ക് നേരെ പ്രയോഗിക്കുന്നു. സാം ബേസ്മെന്റിൽ പോയി ഒളിക്കുകയും അമീലിയ അങ്ങോട്ട് വരുമ്പോൾ ഒരു കയറ് വെച്ചുകൊണ്ട് അമീലിയയെ അവൻ വീഴ്ത്തുകയും ചെയ്യുന്നു. അമീലിയ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അമീലിയ പൂർണ്ണമായും കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ബാബാഡോക്കാണെന്നാണ് സാം അമ്മയോട് പറയുന്നത്. അമ്മയെ തനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്നും പറയുന്നു. അമീലിയയുടെ ഒരു കയ്യിലെ കെട്ട് അഴിഞ്ഞു പോവുകയും അമീലിയ സാമിനെ കഴുത്ത് നെരിച്ച് കൊല്ലാൻ പോവുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ സാം അമീലിയയുടെ കവിളിൽ സ്നേഹത്തോടെ തടവുന്നു. ഈ സമയത്ത് അമീലിയക്ക് ബോധം തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അമീലിയ കറുത്തൊരു പദാർത്ഥം ഛർദ്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അമീലിയക്ക് ബോധം തിരിച്ചു വരികയും തൻ്റെ മകനെയും എടുത്തുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. ഒരിക്കലും ബാബാഡോക്കിന് ഇനി നമ്മളെ വിട്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം സാം അമീലിയെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തന്നെ സാമിനെ ഒരു അദൃശ്യ ശക്തി അവരുടെ ബെഡ്റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അമീലിയ അവനെ പിന്തുടരുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. ബെഡ്റൂമിലും അവർ ഓസ്കാറിന്റെ രൂപത്തെ കാണുന്നു. ഈ സമയം ഓസ്കാറിന്റെ തല മുറിഞ്ഞു പോകുന്നതും കാണാം. പക്ഷേ ഇപ്രാവശ്യം അമീലിയ വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് ബാബാഡോക്കിനോട് സംസാരിക്കുന്നു. ഇതെന്റെ വീടാണെന്നും നിങ്ങൾ അതിക്രമിച്ച് കയറിയതാണെന്നും ബാബാഡോക്കിനോട് പറയുന്നു. അപ്പോൾ ബാബാഡോക്ക് പേടിച്ചുകൊണ്ട് ബേസ്മെന്റിൽ പോയി ഒളിക്കുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള അമീലിയയാണ് കാണിക്കുന്നത്. അവർ വളരെ സന്തോഷത്തോടെയാണിപ്പോൾ. തൻ്റെ മകനെ നന്നായി സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ മകൻ്റെ മാജിക്കിലും വെപ്പൺസിലും എല്ലാം ഇപ്പോൾ അമീലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അമീലിയ ഒരു ബൗളിൽ കുറച്ച് മണ്ണിരകളെയും എടുത്തുകൊണ്ട് ബേസ്മെന്റിൽ പോവുകയും അത് അവിടെ വെക്കുകയും ചെയ്യുന്നു. ബാബാഡോക്കിന് തിന്നാൻ വേണ്ടിയാണ് നൽകുന്നത്. ബാബാഡോക്ക് അപ്പോൾ അമീലിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അമീലിയ അപ്പോഴും ബാബാഡോക്കിനെ വളരെ ശക്തമായി നേരിടുകയും ചെയ്യുന്നു. ബാബാഡോക്ക് ആ ബൗൾ എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അമീലിയ പുറത്തേക്ക് പോവുകയും തൻ്റെ മകനുമായി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തൻ്റെ ഭർത്താവ് ഓസ്കാറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവൾ സംസാരിക്കുന്നത്. അതോടെ ചിത്രം അവസാനിക്കുകയും ചെയ്യുന്നു. സിനിമ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കഥ പറയുന്ന ഒരു രീതിയാണ്. സിനിമയെ കാണുകയാണെങ്കിൽ ബാബാഡോക്ക് എന്നൊരു മോൺസ്റ്റർ അമീലിയയെ ആക്രമിക്കുകയും അവരുടെ കുടുംബത്തെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വർഷങ്ങളായിട്ടും തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിലുള്ള ദുഃഖം മറികടക്കാൻ കഴിയാത്ത അമീലിയയെ ബാബാഡോക്ക് കീഴ്പ്പെടുത്താൻ തന്നെ പോകുന്നു. തൻ്റെ സങ്കടങ്ങളെ അടക്കി വെക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ശക്തമായി പെരുമാറുകയും ബാബാഡോക്കിനെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരികയുമാണ് അമീലിയ ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ സിനിമയെ കാണുകയാണെങ്കിൽ ബാബാഡോക്ക് എന്നത് അമീലിയയുടെ ദുഃഖത്തെയും വേദനയുമാണ് കാണിക്കുന്നത്. ഈ ദുഃഖങ്ങൾ കൊണ്ട് തന്നെ അവൾക്ക് അവളുടെ മകനെ നോക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല. അവൻ്റെ ബർത്ത്ഡേ പോലും ആഘോഷിക്കുന്നുമില്ല. ഈ സംഭവങ്ങൾ കൂടി വരുന്ന സമയത്ത് അമീലിയ മാനസികമായി തളർന്നു പോവുകയും ഒരു ഭ്രാന്തിയായി മാറുകയുമാണ് ചെയ്യുന്നത്. അമീലിയ ബേസ്മെന്റിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഓസ്കാറിന്റെ സാധനങ്ങൾ കാണുമ്പോൾ വീണ്ടും അവളുടെ ദുഃഖം ഇരട്ടിയായി മാറുകയാണ് ചെയ്യുന്നത്.
ബാബാഡുക്കിനെ പോലെ തന്നെ ഈ സങ്കടവും ദുഃഖവും തൻ്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറുകയില്ല. പക്ഷേ ഈ സങ്കടത്തെയും ദുഃഖത്തെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അവസാനം തൻ്റെ ഈ വിധിയെ അംഗീകരിക്കുകയും ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അവൾക്ക് സാധിക്കുന്നു, ബാബാഡുക്കിനെ കൺട്രോൾ ചെയ്ത പോലെ തന്നെ. ബാബാഡുക്ക് എന്നൊരു വിചിത്രമായ ജീവി സിനിമയിൽ ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഈ രീതിയിലും സിനിമയെ കാണാവുന്നതാണ് എന്ന് മാത്രം. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് സിനിമയെ കാണാൻ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. പീസ്. ஒரு கதை சொல்லிட்டேன் சார்.